തെക്കൂട്ടുമഠത്തിൽ ശങ്കരൻ നമ്പടി 1071 കന്നിമാസത്തിൽ തൃശൂർ ജില്ലയിലെ പേരാമംഗലത്ത് തെക്കൂട്ടുമഠത്തിൽ നങ്ങേലി മാണ്ടൻ്റെയും കോട്ടപ്പടി എടവള്ളിപ്പുറത്ത് കൃഷ്ണൻ നമ്പടിയുടെയും മകനായി ശങ്കരൻ നമ്പൂതിരി ജനിച്ചു. ബാല്യകാലം ഗുരുവായൂരിനടുത്തുള്ള കോട്ടപ്പടിയിലും അമ്മ വീടായ പേരാമംഗലത്തുമായി കഴിഞ്ഞു. 11ാമത്തെ വയസ്സിലാണ് ശങ്കരൻ്റെ പിതാവ് കൃഷ്ണൻ നമ്പടി മരണപ്പെട്ടത്. അച്ഛൻ്റെ മരണത്തോടെ പേരാമംഗലത്ത് താമസമാക്കി. സ്കൂൾ ജീവിതം കോട്ടപ്പടിയിലെ കാരയൂർ സ്കൂളിലും പേരാമംഗലത്ത് അപ്പൻ്റെ സ്കൂളിലുമായി കഴിഞ്ഞു. 13ാമത്തെ വയസ്സിൽ തൃശൂർ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മസ്തിഷ്ക ജ്വരം പിടിപെട്ട് അവശനായി സ്കൂൾ പഠിപ്പ് നിർത്തിവെക്കേണ്ടി വന്നു. മസ്തിഷ്ക ജ്വരത്തിനടിമപ്പെട്ട 13കാരനായ നമ്പടിക്ക് നിത്യജീവിതത്തിൽ ശരീരം അനക്കാൻ പരസഹായം ആവശ്യമായി വന്നു. പല ചികിത്സകളും ചെയ്തതിൻ്റെ ഫലമായി ജീവനെ രക്ഷിക്കാൻ സാധിച്ചുവെങ്കിലും വലതുകൈ എന്നേക്കുമായി കുഴഞ്ഞുപോയി. ശരീരം മുഴുവൻ തളർവാദം ബാധിച്ച് മലമൂത്ര വിസർജനം കിടന്ന കിടപ്പിൽ നിർവഹിക്കേണ്ടി വന്ന ഈ കുട്ടിയുടെ മനസ്സിൽ ഒരു ആശ മാത്രം അവശേഷിച്ചു. സൂക്കേട് മാറി ഗുരുവായൂരപ്പനെ 41 ദിവസം ഭജിക്കാൻ പറ്റുമോ എന്ന മോഹം മാത്രം. ശങ്കരൻ നമ്പൂതിരിയുടെ ചികിത്സകനായ ആലത്തൂർ നമ്പിയുടെയും ഉപദേശിച്ചു. എനിക്ക് പാരമ്പര്യമായി ലഭിച്ച ആയുർവേദ വിധിപ്രകാരമുള്ള എല്ലാ ചികിത്സാവിധികളും നമ്പൂതിരിയുടെ സൂക്കേട് മാറുന്നതിന് എടുത്ത് പ്രയോഗിക്കാം. പക്ഷേ സർവ്വജ്വരങ്ങൾക്കും മറുമരുന്നായ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം കൂടെയുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കും. നല്ലവണ്ണം പ്രാർത്ഥിച്ചോളൂ. ഏതു നേരവും ഗുരുവായൂരപ്പനോട് താണുകേണ് അപേക്ഷിച്ചോളൂ. വിടരുത്. മനസ്സിലെ നിത്യഭജനത്തിന് വീഴ്ച വരുത്തരുത്. നമ്പൂതിരിയുടെ വചനങ്ങളെ ഭക്ത്യാദരപൂർവ്വം നമ്പൂതിരി ശ്രവിച്ചു. 6 കൊല്ലത്തെ കഷ്ടപ്പാടിന് ശേഷം പരാശ്രയമില്ലാതെ അനായാസേന തൻ്റെ കാര്യങ്ങൾ കൊണ്ടു നടക്കാമെന്ന നില നമ്പൂതിരിക്ക് കൈവന്നു. അപ്പോഴും വലത്തെ കൈയിന് വേണ്ടത്ര സ്വാധീനം കൈവന്നിരുന്നില്ല. ആ കൈ മരവിച്ചു ചത്തുകിടക്കുകയാണ്. ഗുരുവായൂർക്ക് താമസം മാറ്റിയാലോ? പക്ഷേ അവിടെ പോയാൽ എവിടെ താമസിക്കും? ഗുരുവായൂരിൽ നിന്ന് കോട്ടപ്പടിക്ക് 2 നാഴിക ദൂരമുണ്ട്. നിത്യേന നടന്നു പോവുക എന്നുള്ളത് ഇപ്പോഴത്തെ ആരോഗ്യനിലയ്ക്ക് പറ്റിയതല്ല. 3 നേരം തൊഴുത്തു ഭജിച്ചു കൂടണമെങ്കിൽ അതിന് പറ്റിയ ഒരിടം വേണം. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് പുന്നത്തൂർ തമ്പുരാൻ്റെ വകയായുള്ള ഗുരുവായൂരിലെ മോഴത്ത് ബംഗ്ലാവിൻ്റെ പടിപ്പുര ഒഴിഞ്ഞുകിടക്കുന്ന വിവരമറിഞ്ഞത്. പക്ഷേ തമ്പുരാനും തമ്പുരാട്ടിയും താമസിക്കുന്ന ആ ബംഗ്ലാവിൻ്റെ പടിപ്പുരയിൽ ഒരു മുറി കിട്ടണമെങ്കിൽ ഈശ്വരകടാക്ഷം തന്നെ വേണം. പുന്നത്തൂർ വലിയ രാജാവായ ഗോദശങ്കര വലിയ തമ്പുരാൻ്റെ സമ്മതം കൂടാതെ അവിടെ കയറി പാർക്കാൻ ആരെയും അനുവദിച്ചിരുന്നില്ല. അവശനും വിവശനുമായ നമ്പൂതിരി പുന്നത്തൂർ വലിയ തമ്പുരാട്ടിയെ കണ്ട് തൊഴുതു വന്ദിച്ചു. തൻ്റെ മനസ്സിലുള്ള ആഗ്രഹം നമ്പൂതിരി അവരെ ആദരപൂർവ്വം അറിയിച്ചു. അവർക്ക് സന്തോഷമാണ് തോന്നിയത്. കാഴ്ചയിൽ തന്നെ ഒരു മഹാഭക്തനെന്ന് നമ്പൂതിരിയെ തോന്നിച്ചിരുന്നു. വലിയ തമ്പുരാട്ടി ഗോദശങ്കര വലിയ തമ്പുരാൻ്റെ നമ്പൂതിരിയുടെ ആഗ്രഹം അറിയിച്ചു. തമ്പുരാൻ പൂർണ്ണ സമ്മതത്തോടെ നമ്പൂതിരിയുടെ താമസ സൗകര്യത്തിന് വാടക കൂടാതെ പടിപ്പുരയുടെ ഇടതുഭാഗത്തെ സ്ഥലം ഒഴിഞ്ഞുകൊടുത്തു. സൗകര്യം പോലെ കൂണം, കിണർ എന്നിവ ഉപയോഗിക്കാനുള്ള പ്രത്യേക അനുമതിയും താക്കോലും കൊടുത്തു. അങ്ങനെയാണ് മഹാഭക്തനായ തെക്കൂട്ടുമഠത്തിൽ ശങ്കരൻ നമ്പൂതിരി മോഴത്ത് എന്ന സ്ഥലത്ത് താമസിക്കാൻ ഇടവന്നത്. ഗുരുവായൂർ ക്ഷേത്രച്ചിറയുടെ പടിഞ്ഞാറു ഭാഗത്തുള്ള മോഴത്ത് പടിപ്പുര ഇപ്പോഴും ആ പഴയ പടിയിൽ തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. കാലാനുസൃതമായ പല മാറ്റങ്ങളും ഗുരുവായൂരിന് വന്നെങ്കിലും മോഴത്ത് പടിപ്പുര ഇന്നും അതിൻ്റെ പ്രാചീനത നിലനിർത്തിക്കൊണ്ട് ചിറയിൽ കുളിക്കാൻ വരുന്നവരുടെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് നിൽക്കുന്നു. 9ാം ക്ലാസ്സിൽ വച്ചു പഠിപ്പ് നിർത്തേണ്ടി വന്ന നമ്പൂതിരി വിദ്യാഭ്യാസം തുടരാൻ സാധിക്കാതെ വന്നതിൽ ഹതാശനായിരുന്നു. മട്രിക്കുലേഷൻ ജയിക്കണമെന്ന വാശിയിലാണ് അദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ വിധി 9ാം ക്ലാസ്സോടെ പഠിപ്പിന് വിരാമമിട്ടു. പക്ഷേ തെക്കൂട്ടുമഠത്തിൽ ശങ്കരൻ നമ്പൂതിരി തൻ്റെ പ്രയത്നങ്ങൾ അവസാനിപ്പിച്ചിരുന്നില്ല. വൈദ്യൻ രാമൻ നമ്പൂതിരി എന്ന പേരിൽ പ്രസിദ്ധനും പദരചയിതാവും ദുർഗാസ്തവം എന്ന സ്വോത്രകൃതിയുടെ കർത്താവും ഒരുറച്ച സംസ്കൃത പണ്ഡിതനുമായ തൻ്റെ മാതുല തെക്കൂട്ടുമഠത്തിൽ രാമൻ നമ്പൂതിരിയാണ് ശങ്കരൻ നമ്പൂതിരി പിന്നീട് തൻ്റെ ഗുരുനാഥനായി തിരഞ്ഞെടുത്തത്.
അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നുമാണ് സംസ്കൃത ഭാഷാ വ്യുൽപ്പത്തിയുടെ ഹരിശ്രീ കുറിച്ചത്. സംസ്കൃത ഭാഷയിലുള്ള അറിവ് മാത്രമായിരുന്നില്ല അമ്മാവൻ്റെ കയ്യിൽ നിന്ന് ലഭിച്ചത്. നിഷ്കാമമായ ഭക്തിയും പ്രയത്നവും എന്തൊക്കെ നേടിത്തരുമെന്നു കൂടി അമ്മാവൻ സ്വജീവനാനുഭവത്തിലൂടെ തൻ്റെ മരുമകന് പഠിപ്പിച്ചു കൊടുത്തു. വലതുകൈ എന്നേക്കുമായി നഷ്ടപ്പെട്ട് ഹതാശനായ മരുമകന് പുതിയൊരു ജീവാമൃതം നൽകുകയാണ് അമ്മാവൻ ചെയ്തതെന്ന് പിന്നീടുള്ള നമ്പിടിയുടെ ജീവിതകാലം നമുക്ക് വ്യക്തമാക്കി തരുന്നു. യഥാർത്ഥ സാധകന് ഗുരുവായൂരപ്പൻ എല്ലാവിധ സിദ്ധികളും നൽകി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. കാലം തെല്ലു വൈകിയാലും കിട്ടേണ്ടത് കിട്ടാതിരിക്കില്ല, കൊടുക്കേണ്ടത് മറക്കുകയുമില്ല. അതാണ് ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് കളിയാടുന്ന പൊന്നുണ്ണിക്കണ്ണൻ്റെ ശക്തി. വലതു കൈയിൻ്റെ പരാധീനത മൂലം ആദ്യകാലങ്ങളിൽ ദൈനംദിന കൃത്യങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്കിലും ഗുരുവായൂരപ്പൻ്റെയും ഭക്തജനങ്ങളുടെ നിർലോഭമായ വാത്സല്യത്താൽ രോഗങ്ങളെല്ലാം മറികടക്കാനുള്ള സഹിഷ്ണുത നമ്പിടി നേടി. എപ്പോഴും ക്ഷേത്രത്തിനകത്തും പുറത്തുമിരുന്ന് ജപിക്കാൻ തുടങ്ങി. നാരായണനാമം ക്ഷേത്രത്തിൽ വച്ച് അക്കാലത്ത് പ്രസിദ്ധമായ വാഴക്കുന്നം വാസുദേവൻ നമ്പൂതിരിയുടെ സപ്താഹ പാരായണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പാരായണം തുടങ്ങിയാൽ അത് തീരുന്നതുവരെ കേട്ടുകൊണ്ടിരിക്കുക എന്നതാണ് നമ്പിടി ഒരു പതിവാക്കി. അതിനിടയിൽ കൂനിന്മേൽ കുരു എന്ന പോലെ വസൂരിയുടെ മുഖം പിടിപെട്ടു. രോഗം കലശലായി പെട്ടുപോകുമെന്ന് കണ്ടവർ വിധിയെഴുതി. തൻ്റെ കുലപരദേവതയായ സാക്ഷാൽ മഹേശ്വരിയുടെയും ഗുരുവായൂരപ്പൻ്റെയും അനുഗ്രഹത്താൽ താൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് നമ്പിടി കൃതജ്ഞതയോടെ അനുസ്മരിക്കുന്നു.